ഷാജിയെ ആ കുമ്മാരത്തോ ചേട്ടാ ആ എന്തായിരുന്നു ശ്രീകുട്ടൻ്റെ പഠിത്തൊക്കെ? അവന് ഡിഗ്രി ലാസ്റ്റ് ഇയർ ആണ്. അതെ ആ ചേട്ടാ ആ നാളെ സിമെന്റ് വേണ്ടി ഏ നാളെ സിമെന്റ് വേണ്ടി നാളെക്കാ ആ ഞാൻ പറയാം, എല്ലാത്തിനോടും പറയാം കേട്ടാ, വിളിച്ചു പറയാം. നിങ്ങൾ അച്ഛനും മക്കളും കണ്ടാൽ സുഹൃത്തുക്കളെന്ന് തോന്നുന്നു. അച്ഛനും മക്കളും ആയാലും അങ്ങനെ വേണം. ആ ഒരു കാര്യത്തിൽ നിങ്ങളോട് അസൂയായിരുന്നു. നമ്മളെ മക്കളോട് എപ്പോഴും ഫ്രണ്ട്സ് ആയിരിക്കണം, മനസ്സിലായി? നല്ലൊരു ഫ്രണ്ട്സ് ആയിരിക്കണം. അപ്പോഴാണ് അവരെ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുള്ളൂ. അവരെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനും പഠിക്കാനും ഒക്കെ വേണമെങ്കിൽ എപ്പോഴും നമ്മൾ നമ്മളെ മക്കളുടെ കൂട്ടുകാരായിരിക്കണം, മനസ്സിലായോ? ആ തിരുമ്പിയത് എടുത്തിട്ടില്ലല്ലേ? നാണം കെട്ട് കൂട്ടുകാരുടെ ഇടയിൽ വല്ല പണക്കാരൻ മക്കളെ ജനിച്ചാൽ മതിയായിരുന്നു. ആ മോനെ എന്തു പറ്റി? ഒന്നുമില്ല അച്ഛാ. എന്നാലും എന്തോ ഉണ്ടല്ലോ. ഒന്നുമില്ല. ആ അച്ഛനോട് പറ. അത് പറഞ്ഞാലും അച്ഛനെ സഹായിച്ചു തരാൻ പറ്റില്ല. പിന്നെ എന്തിനാ അച്ഛാ? ആ എന്താ എന്തെങ്കിലും ഈ കാലമായിട്ട് അച്ഛൻ സാധിച്ചു തരേണ്ടിന്നുണ്ടോ? കുട്ടി പറ, എന്താണ്? എന്തായാലും പറ, അച്ഛനോട് പറ. അച്ഛൻ ഞാൻ ഇപ്പോൾ പഠിക്കണേ ഡിഗ്രിക്കാ. ആ എൻ്റെ കൂട്ടുകാരുടെ കയ്യിലൊക്കെ വലിയ വലിയ ഐഫോണാണ്, ലക്ഷങ്ങൾ വിലയുള്ള. ഞാൻ അത് കണ്ടച്ചാ ഈ ഒരു ഫോണായിട്ട് ഞാൻ നടക്കുന്നത്. ഇന്നൊരു ഫോൺ വന്നപ്പോൾ അത് എടുത്തപ്പോൾ എൻ്റെ കൂട്ടുകാരെ കൂടെ എന്നെ കളിയാക്കി. എനിക്ക് ഭയങ്കര വിഷമമായത്. എനിക്ക് ഭയങ്കര വിഷമമായിച്ച. വിഷമിക്കണ്ട, ഇതല്ലേ ഉള്ളൂ കാര്യം. അച്ഛൻ്റെ കുട്ടി വിഷമിക്കണ്ട, അച്ഛൻ മേടിച്ചതാ. ആ അച്ഛൻ കൊണ്ട് കൂട്ടിയ കൂടില്ല അച്ഛാ. നോക്കാം, വഴി ഉണ്ടാക്കാം, അതൊന്നും ടെൻഷൻ അടിക്കണ്ട കേട്ടാ. ഇനി വരാനുള്ള ടൈമല്ല, പിന്നെ കാണൂല. ആ 100 ആയിസ വരണ്ട്. എന്താ രാശ ഇവിടെ കയറിയിരിക്കേ? നീ എന്തേ? ഇല്ല, ഇവിടെ ആരും ഇല്ലല്ലോ, അത് കാരണം നമ്മുടെ വീടല്ലേ, ഇങ്ങോട്ട് കയറിയിരുന്നോ? ഞാൻ വന്നതായി. എൻ്റെ പേരില്ല പോസ്റ്റ് ഓഫീസ് കുറിയില്ലേ, അത് എനിക്ക് വേണം. എത്ര ആയെന്നൊന്നും അറിയില്ല, ഇപ്പോൾ 2 മാസം കൂടെ ഉള്ളൂ. അതെന്താ ഇപ്പം ഇത്ര പെട്ടെന്ന്? ആവശ്യമുണ്ട്, എനിക്ക് ആ എമൗണ്ട് വേണം എനിക്ക്. അല്ല എന്തിനാ ഇപ്പം ഇത്ര പെട്ടെന്ന് എടുക്കണേ? എടാ 2 മാസം കൂടിയും കഴിഞ്ഞാൽ അതിൻ്റെ കാലാവധി കഴിഞ്ഞ് അതിൻ്റെ ഇൻട്രസ്റ്റും ഒക്കെ കിട്ടണതല്ലേ. പിന്നെ ഇപ്പം എടുക്കപ്പെട്ട് എടുക്കണം. പിന്നെ ഈ അന്ന് ചേരുമ്പോഴോ പറഞ്ഞിട്ടുണ്ട് വയസ്സ് കാലത്ത് മരുന്ന് മേടിക്കാനെങ്കിലും ഉപകരിക്കല്ലോ എന്ന്. വേറെ ഒന്നുമില്ലടാ, ശ്രീകുട്ടന് ഒരു ഐഫോൺ മേടിക്കണം. പിന്നെ എത്ര വരുമെന്ന് അറിയില്ല, എന്തായി കഴിഞ്ഞാൽ എത്ര ഉണ്ടെങ്കിലും എനിക്കത് ചെയ്തു തരണം. ഓൻ പഠിക്കല്ലേ? ഈ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തിനാ ഇപ്പം തന്നെ എത്ര വലിയ ഫോണൊക്കെ മേടിച്ചു കൊടുക്കണം? തൽക്കാലം ഒരു ഫോൺ അവൻ്റെ അടുത്തില്ലേ? ഓൻ്റെ ആഗ്രഹമല്ലേ, നമ്മളിപ്പോൾ അധ്വാനിക്കണം മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ. അവരും ആഗ്രഹം പറഞ്ഞാൽ സാധിക്കണ്ടേ. മാത്രമല്ല അമ്മയില്ലാത്ത കുട്ടിയാണ് ലക്ഷ്മി. എന്നെ വിട്ട് പിരിയുമ്പോൾ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, ഓനക്കൊരു കുറവും വരുത്തരുന്നു. ഇന്നേ വരെ ഞാനൊരു കുറവും വരുത്തിയിട്ടില്ല. പക്ഷേ എൻ്റെ കുട്ടി ഇന്ന് പറഞ്ഞപ്പോൾ വേണ്ടടാ, അത് എന്തായാലും വേണ്ടില്ല, ഞാൻ പൈസ ഇത് ചെയ്തുകൊണ്ടാണ്, എനിക്ക് വേണം. അത് ഞാൻ ചെയ്തുതരാടാ, ഈ സങ്കടപ്പെടില്ലേ? എന്നാലൊരു കാര്യം ചെയ്തോ, ഞാനേ എൻ്റെ അടുത്ത് ഏതായാലും ഫോണൊന്നുമില്ലല്ലോ, എൻ്റെ ഈ നമ്പറിലേ ഒന്നുണ്ട്, ആ കടയിൽ പോയിട്ടൊന്ന് അവരോട് ഈ നമ്പറിലൊന്ന് വിളിക്കാൻ പറയും. എന്നിട്ട് അപ്പം ഞാൻ അവർക്ക് അവരോടൊന്ന് വാട്സപ്പ് ചെയ്യാൻ പറയും. അതായത് ആ മൊബൈലിന് എത്ര വരും എന്ന് ചെയ്താൽ പറഞ്ഞാൽ ഞാൻ ആ പൈസ ഇട്ട് കൊടുക്കാം. ആ പൈസ അവർ പറഞ്ഞുതരും. അപ്പോൾ അവർക്ക് പൈസ ഇടൂല്ലേ? പൈസ ഇട്ട് കൊടുക്കാം, മറക്കരുത്. നാളെ തന്നെ ചെയ്യണം. നാളെ തന്നെ ചെയ്യും. എന്തിനു വിഷമിക്കണേ? ഇല്ല, ഒരു സർപ്രൈസും കൂടി ആയിക്കോട്ടെ എനിക്ക്. ഓക്കെ. ചേട്ടാ ചെരുപ്പ് പുറത്തിട്ടാ, ചെരുപ്പ് പുറത്തിടണേ. ഓ സോറി. ഫോണ് വേണമായിരുന്നു.
സാർ ആ ചേട്ടനൊന്ന് കുറഞ്ഞ ഫോണൊന്ന് കാണിച്ചു കൊടുത്തു. സാർ വരും. ഇതിനൊരു സ്ക്രീൻ കാർഡ് ഇടണം. 500 അത് വേണ്ട, ഏറ്റവും കുറവുള്ളത്. എത്രയാണ് ഇവിടെ ഏറ്റവും കുറവുള്ളത്? ഒരു 150 വരുന്നത്. 150, 50 രൂപ ഒന്നും കിട്ടൂല. 50 രൂപയൊന്നും കിട്ടുള്ളൂ. 150 സ്റ്റാർട്ടിങ് വരാം. ഞാനേ അല്ല ഫോറിൻ മാർക്കറ്റിൽ ഇതിൽ കുറഞ്ഞിട്ട് നോക്കട്ടെ. ഓക്കെ സാറിന് ഏതാ വേണ്ടി? സാറിനൊന്നും വിളിക്കണ്ട, നേരത്തെ ചേട്ടൻ തന്നെ വിളിച്ചു. എന്താ മോൻ്റെ പേര്? സുഹൈൽ. സുഹൈലല്ലേ? ഞാൻ കയറി വരുമ്പോൾ എന്നോട് ചെരുപ്പ് വയ്ക്കാൻ പറഞ്ഞു അല്ലേ? ഒരാൾ വന്നില്ലേ, അയാളോട് ചെരുപ്പ് വയ്ക്കാൻ പറഞ്ഞില്ലല്ലോ. എന്ത് മര്യാദ? നമ്മൾ സ്ഥാപനമാകുമ്പോൾ എല്ലാവരും ഒരേപോലെ പെരുമാറണം. ആൾക്കാരും പാവപ്പെട്ടവരും ഉണ്ടാവും, അവരൊരുപോലെ കാണണം. മനസ്സിലായോ? പിന്നെ ഏതുവരെ പഠിച്ചു? പി ജി അല്ലേ? കാശ് കൊടുത്താലും പുസ്തകത്തിൽ നിന്നും കിട്ടാത്തൊരറിവുണ്ട്. ബഹുമാനം, സംസ്കാരം, ഇത് നല്ല മാതാപിതാക്കളിൽ നിന്നും നല്ല ഗുരുനാഥന്മാരിൽ ഉണ്ടാവുക. മോൻ മനസ്സിലാക്കണം. അപ്പോൾ ആളുകളോട് നല്ലപോലെ പെരുമാറാൻ പഠിക്കുക കേട്ടോ. എനിക്ക് വേണ്ടതൊരു ഐഫോണാണ്. സാറേ 256 എടുത്താലേ? ഇതെന്ത് റേറ്റ് വരുന്നത്? 74,900. 74,900. ഈ 60 Pro ആകുമ്പോൾ എന്താ റേറ്റ്? 16 Pro ഒക്കെ ആകുമ്പോൾ നമുക്കൊരു 120 വരും. 120. അത് റെഡി ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്യാമെന്നോ? ഉണ്ടാവില്ലേ? എന്നാൽ ഒരു 60 Pro ആയിക്കോട്ടെ. 60 Pro മതി. അതെ, നമ്മൾ എൻ്റെ ഒരു വാട്സപ്പ് മൊബൈലൊന്നുമില്ല. ഞാനൊരു നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, ഇവിടുത്തെ അക്കൗണ്ട് നമ്പർ ഉണ്ടല്ലോ, ഞാൻ നമ്പർ തരാം. ഈ നമ്പറൊന്ന് ഈ നമ്പറിൽ നിങ്ങൾ ഈ വാട്സപ്പ് സുരേഷ് എന്ന് പറഞ്ഞ കൂട്ടുകാരാണ്. ഇതിലേക്ക് ഈ നമ്പറിലേക്ക് ഇവിടുത്തെ അക്കൗണ്ട് നമ്പർ, അതുപോലെ 60 Proൻ്റെ റേറ്റ്, എമൗണ്ട് ഒന്ന് സെൻഡ് ചെയ്ത് വാട്സപ്പ് ചെയ്ത് കൊടുക്കും. അവർ അക്കൗണ്ടിൽ പൈസ അയച്ചു തരും, നമ്പറിൽ അയച്ചു തരും. സാറേ പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ക്രെഡിറ്റ് ആയിരുന്നു. സാറേ മറ്റേ പയ്യനോട് പോയി അതല്ലേ ഫോണും തരും, ഒന്ന് കോൾ ചെയ്യാനായിട്ട്. ഹലോ മോനെ, അച്ഛനാണ്. പിന്നെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേ എടപ്പാള ഫോൺ ഷോപ്പിൻ്റെ പേരെന്താണ്? ഫോൺ കാർട്ട്. അവിടേക്കൊന്ന് വരുമോ? അതൊക്കെ ഉണ്ട്, പറയാം. ഓക്കെ ശരി. ഓക്കെ, താങ്ക്സ്. അച്ഛനത് വരാൻ പറഞ്ഞേ? അച്ഛൻ്റെ കുട്ടി വല്ലതും കഴിച്ചാ? ഐഫോണില്ലാന്ന് കരുതിയിട്ടേ കൂട്ടുകാരുടെ എല്ലാം ടെൻഷനാവണ്ട. 60 Pro മേടിച്ചിട്ടുണ്ട്. മോനെ, ഞാൻ ഫോണങ്ങ് എടുത്തു. അച്ഛൻ വാച്ച. ഞാൻ വേണ്ട, നിങ്ങൾ അച്ഛാ. മോൻ്റെ കൈ കൊടുത്തു. ശരി, താങ്ക്സ്. ഹാപ്പി അല്ലേ? അച്ഛൻ എന്ത് കാണിക്കുന്നത്? അച്ഛനക്ക് ഇതൊരു ബുദ്ധിയില്ല. ഇതൊക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റിലെ ഫോട്ടോസോ അത് മാറുന്നുണ്ട്. നമ്മുടെ മോന് ഇന്ന് ഒരുപാട് വളർന്നു. നിനക്കറിയോ,
നീ എന്നെ വിട്ടു പിരിഞ്ഞതിന് ശേഷം ഒരു കല്യാണം പോലും ഞാൻ കഴിച്ചിട്ടില്ല. നമ്മുടെ ശ്രീകുട്ടൻ അവന് കിട്ടേണ്ട സ്നേഹവും വാത്സല്യവും കരുണയൊക്കെ നഷ്ടപ്പെടുന്നു കരുതിയിട്ടാണ് ഇന്ന് ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടു പോയി. നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നോളൂ. എന്നോട് ക്ഷമിക്കച്ച, അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് പറഞ്ഞ